നേരിട്ട് വളരെ കുറവാണെങ്കിലും കാരണം വെച്ചാൽ നമ്മളൊരു സ്ഥലത്തിരിക്കുന്നു, ഈ പ്രോഗ്രാം നടക്കുന്നത് എല്ലായിടത്തിരുന്ന് കേൾക്കാമല്ലോ. അപ്പോൾ നേരിട്ട് കാണുന്നവർ വളരെ കുറവാണെങ്കിലും ഫോണിലൂടെ പലരും വിളിക്കാറുണ്ട്. ഈ വിളിക്കുന്നവരിൽ കുറച്ച് പേരുടെ ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അവർ ഈ നിലപാട് വിട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അവർ ചോദിക്കുന്നത് ഞാൻ എന്നാണ് മരിക്കാമെന്നൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ഭഗവാനോട് ചോദിച്ചിട്ട് പറയാൻ പറ്റുക, ഇതൊന്നും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ ചിലർ പറയുന്ന വലിയൊരു കാര്യമുണ്ട്. അവർ അനാഥരാണ്, അവർ ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണ്, അവർ ക്യാൻസർ മുതലുള്ള മാരക രോഗങ്ങൾക്കാൽ വലയുന്നവരാണ്. അവരുടെ ഇപ്പോഴത്തെ പ്രശ്നം, എന്നെ വിളിച്ചത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരോട് ഡോക്ടർ പറഞ്ഞു ഇനി മരുന്നൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല, അപ്പോൾ ഇനി യാത്രയാവാന്നുള്ളതാണ്. അങ്ങനൊരു യാത്രയ്ക്ക് നിൽക്കുന്ന അവർക്ക് എന്താണ് എനിക്ക് കൊടുക്കാനുള്ളത് എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ. ഈ ഭാഗവതത്തിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ഭാഗവതം കേൾക്കാൻ പോയ പരീക്ഷത്തിൻ്റെ അവസ്ഥ എല്ലാവർക്കും ഉണ്ടല്ലോ. ഇത്ര ദിവസം കൊണ്ട് തക്ഷകൻ വരും, അദ്ദേഹത്തിന് ആ ഡേറ്റ് ഓർമ്മയില്ല, നമുക്ക് ആ ഡേറ്റ് ഓർമ്മയില്ലാത്ത ആളുകളാണ്. ഏത് നിമിഷവും നമ്മൾ തക്ഷകനോടുകൂടി നിൽക്കുന്ന ആളുകളാണ്. ഇവരോട് ഞാൻ എന്താ പറയാന്നുള്ളതാണ്. അപ്പം ഞാൻ അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഞാൻ എൻ്റെ താല്പര്യം കൊണ്ട് അങ്ങനെ പറയാമെന്ന്. അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണുള്ളത്. ഭഗവാൻ തന്നെ അന്നമായും ഔഷധമായും എല്ലാം അതിൽ നിന്നല്ലേ. ഭഗവാനല്ലേ എല്ലാം ചെയ്യാൻ കഴിയുള്ളൂ. ഒരു ഡോക്ടറെ സംബന്ധിച്ച് നമ്മൾ ആകാശത്തേക്ക് നോക്കിയ പോലെയാണ്. അതാണ് ആകാശം എന്ന് വിചാരിക്കുന്ന പോലെ വൈദ്യം എല്ലാം തീർന്ന് അദ്ദേഹത്തിൻ്റെ എൻഡിലേക്ക് അദ്ദേഹം എത്തി. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാനുണ്ടാവാം, പക്ഷേ മരുന്ന് കൊടുക്കാനില്ലാത്തൊരവസ്ഥയാവും. അതുകൊണ്ടാണ് ഇനി പ്രത്യേകിച്ച് മരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. എന്താവട്ടെ, പക്ഷേ ഇതിനെല്ലാം ഭഗവാനൊരു തീരുമാനം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഇപ്പോഴത്തെ പ്രോഗ്രാം ഭാഗവത ഗംഗ എന്നാണ്. നിങ്ങൾ ഭാഗവത ഗംഗ കാണും, അപ്പോൾ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഞാൻ അവരോട് പറയും. ഏതായാലും അങ്ങനെ വിളിച്ച ആളുകൾ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 4 വർഷം ഒക്കെ പിന്നിട്ട് കഴിഞ്ഞു. അതിൽ നിന്ന് വളരെ കുറച്ച് പേരെ കൊഴിഞ്ഞു പോയിട്ടുള്ളൂ. കാരണം ഞാൻ ആ ഗ്രൂപ്പായിട്ട് ഇടയ്ക്ക് സംസാരിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകളായിട്ട്. അപ്പോഴൊക്കെ അവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും.